ഇടുക്കി ചിന്നക്കനാൽ, സിംഗുകണ്ടം, കോഴിപ്പന്നക്കുടി മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി. ചക്കക്കൊമ്പനാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. കോഴിപ്പന്നക്കുടി ആദിവാസി ഗ്രാമത്തിൽ സ്ഥിരമായി ചക്കക്കൊമ്പനെത്തുന്നതിനാൽ അവിടെയുള്ളവർ ഭീതിയുടെ നടുവിലാണ്. ചിന്നക്കനാൽ മേഖലയിലെ പ്ലാവുകളിൽ ചക്ക വിളഞ്ഞതോടെ ഇടുക്കി ചിന്നക്കനാലിൽ ചക്ക തേടിയിറങ്ങിയിരിക്കുകയാണ് ചക്കക്കൊമ്പൻ. പ്ലാവ് കുലുക്കി ചക്ക പറിച്ച് ഭക്ഷിക്കുന്നതിനോടൊപ്പം കൃഷിയിടങ്ങൾ വ്യാപക നാശനഷ്ടം വരുത്തിയാണ് ചക്കക്കൊമ്പൻ വിഹരിക്കുന്നത്. കൈവശ ഭൂമിയായതിനാൽ കൃഷിനാശത്തിന് കർഷകർക്ക് നഷ്ടപരിഹാരവും ലഭിക്കില്ല. അക്രമകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ നോക്കുന്നതിന് കാര്യക്ഷമമായ സംവിധാനങ്ങളുമില്ല. ഞങ്ങളുടെ കോഴിപ്പന്നക്കുടിയിൽ ഇപ്പോൾ ആനയുടെ ശല്യം ഇപ്പോൾ അടിക്കടി ഏത് സമയം ഇപ്പോൾ ആന നിൽപ്പുണ്ടെന്നേ. ആരും ഒരു സഹായത്തിന് വന്ന് രാവിലെ പോകുമ്പോഴോ ഇല്ല വൈകിട്ട് ഞങ്ങൾ ആസ്പത്രി പോകുമ്പോഴോ ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് നിന്ന വാച്ചിരുമാതി വന്ന് നിന്നാൽ എത്രയോ ഒരു ഉപകാരം ഞങ്ങൾക്കാകും. ആരും വന്ന് നോക്കുന്നില്ല, ആരും വന്ന് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഏത് സമയം ചക്കക്കൊമ്പൻ ഇപ്പോൾ രാത്രി മാത്രമല്ല ഉച്ച സമയത്തുണ്ട്. ഇപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ കുടിയിലൊക്കെ ഉണ്ട്. ഇപ്പം ഒന്നും ആരും വന്ന് വാച്ചിരുമാർ ആരും വന്ന് നോക്കുന്നില്ലല്ലോ. ഉണ്ട്, ഞങ്ങൾക്ക് പേടി. ഇപ്പോൾ പണി നിർത്തി 1:30 ഇപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇപ്പം ചക്കക്കൊമ്പൻ ഞങ്ങളുടെ കുടിയിൽ തന്നെ ഉണ്ട്. അപ്പം അതുപോലെ തൊഴിലുറപ്പ് പണി ചെയ്യുമ്പോഴും അതുപോലെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. തൊഴിലുറപ്പ് പണി ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോൾ 1 മണി വരെ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലൊന്ന് ആന ഓടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പ് പണിക്ക് പോകും. ഇക്കഴിഞ്ഞ ദിവസം കോഴിപ്പന്നക്കുടി സ്വദേശിയായ രാജാറാമിന്റെ കൃഷിയിടത്തിലെത്തിയ ആന വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടാക്കി. ഏലവും വാഴയും അടക്കമുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചാണ് കാട്ടുകൊമ്പന്റെ വിലസൽ. എന്ന് രാവിലെ ഞങ്ങൾക്ക് പോകുമ്പോൾ ആനയുടെ ശല്യമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് രാവിലത്തെ സമയത്ത് ആരെങ്കിലും ഒന്ന് നോക്കി നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഈസി ആയിട്ടൊക്കെ പോകാൻ പറ്റും. ഇത് രാവിലെയും വൈകുന്നേരം ഒക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് ചക്കക്കൊമ്പൻ നശിപ്പിച്ചത്. അരിക്കൊമ്പൻ പോയ ശേഷം ഇപ്പോൾ ഒരു ചക്കക്കൊമ്പനുണ്ട്. ചക്കക്കൊമ്പന് ഏത് സമയത്ത് വരും പോകുമെന്ന് പറയാൻ പറ്റിയല്ല. കിടന്ന് ഉറങ്ങാൻ പോലും വയ്യ ഞങ്ങൾക്ക്. അങ്ങനെ ഒരു ശല്യവും കൂട്ടം ഇഷ്ടം പോലെ വരുന്നുണ്ട് പിടിയാന. സിംഗുകണ്ടം, ബിയൽറാം മേഖലകളിൽ വ്യാപകമായി ഏലം കൃഷിയും നശിപ്പിച്ചു. കൈവശ ഭൂമിയായതിനാൽ കർഷകർക്ക് നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. കോഴിപ്പന്നക്കുടി ആദിവാസി ഗ്രാമത്തിലുള്ളവർ രാത്രി ഉറക്കമിളച്ച് ഭീതിയിൽ കഴിയുകയാണ്. എൻ്റെ മകൻ്റെ പേര് സത്യവേര് ആന ചവിട്ടി കിടന്നല്ലേ. അത് സത്യവേര് പോയ ശേഷം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കിടന്ന് ഉറങ്ങാൻ പേടിയാണ്. ഈ മുറ്റത്തേൽ കയറി വന്നിരിക്കുക. ചക്കക്കൊമ്പായി ചക്കയിൽ കുത്തി കിടന്നു. പിന്നെ ഇവിടെ മുറ്റത്തിൽ വന്നിരുന്നു മിഞ്ഞാണ്. പിന്നെ അവർ ഓടിക്കാനോ എന്തിനോ ഈ വാച്ചർമാർ ഒന്നും എത്തുന്നില്ല. ഞങ്ങൾ എത്ര നാൾ ആനപ്പേടിയിൽ കഴിയുമെന്നാണ് ഈ അമ്മമാർ ചോദിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. രാത്രിയിൽ ഉറക്കമിളച്ച് കഴിയുകയാണിവർ. കോഴിപ്പന്നക്കുടിയിൽ നിന്നും ക്യാമറമാൻ ജോർജിനോടൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.